നമസ്കാരം. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹന വിപണിയിൽ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്. എല്ലാ ആളുകളും ഒരു കൺഫ്യൂഷനിലാണ്. ഇലക്ട്രിക് കാറുകൾ വരുന്നുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമോ, അല്ലെങ്കിൽ നിലവിലുള്ള പെട്രോൾ കാർ വാങ്ങണമോ, ഡീസലിൻ്റെ ഭാവി എന്താണ്, CNGയിലേക്ക് പോകണമോ, മൊത്തത്തിലൊരു അട്ടർ ഖയോസ് കൺഫ്യൂഷനിലാണ്. അത് മാത്രമല്ല, ഹൈബ്രിഡ് കാറുകൾ തിരിച്ചു വരുമോ, അതിൻ്റെ ടാക്സ് കുറയ്ക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ച് ആളുകൾ ചിന്തിച്ചിരിക്കുമ്പോൾ ഒരുപാട് അപ്ഡേഷൻസ് വാഹന നിർമ്മാണ മേഖലകളിലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ലേറ്റസ്റ്റ് അപ്ഡേഷൻ. അതുമാത്രമല്ല, MG മോട്ടോഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ഒരു മികച്ച ഇലക്ട്രിക് കാർ വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സൈക്ക് മോട്ടോഴ്സിൻ്റെ ഒരു സബ്സിഡറി ബ്രാൻഡ് മാത്രമാണ് MG എന്ന് പറയുന്നത്. മോറിസ് ഗാരേജ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ലെഗസി അതിനുണ്ട്. എന്നാൽ പോലും ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി എന്ന് പറയുന്നത് ഇപ്പോൾ ചൈനീസ് ഭീമന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ ചൈനീസ് ഓട്ടോമൊബൈൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആയിട്ടുള്ള സൈക്ക് മോട്ടോഴ്സിൻ്റെ കീഴിൽ വരുന്ന ഒരു സബ്സിഡറി ബ്രാൻഡ് മാത്രമാണ്. അതുപോലെ തന്നെയാണ് അവരുടെ കീഴിൽ വരുന്ന ബൗജിങ്ങും വൂളിംഗ് എന്നൊക്കെ പറയുന്ന കമ്പനി ഉണ്ടല്ലോ. വൂളിങ്ങിൻ്റെ എയറാണ് നമ്മുടെ MG കോമറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MGയിൽ നിന്നും വരുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു ഇലക്ട്രിക് കാറാണ്. അത് മാത്രമല്ല, കുറച്ച് അപ്ഡേഷൻസ് ആണ്, വാഹന വിപണിയിലെ കുറച്ച് അപ്ഡേഷൻസ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനലിൻ്റെ അഭിപ്രായങ്ങളും, അല്ലെങ്കിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം. അതിലൂടെ നമ്മുടെ തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ, മാരുതി സുസുക്കി ബ്രസ ഒരുപാട് ക്രിറ്റിസിസം നേരിട്ട ഒരു വാഹനമാണ്. കാരണം ബ്രസയുടെ മാനുവൽ ട്രാൻസ്മിഷനിൽ നിന്നും സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ എടുത്തു കളഞ്ഞതിന് ശേഷം ആ ഒരു പ്രത്യേക മോഡലിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ക്രിറ്റിസിസം നേരിടേണ്ടി വന്നു. എന്നാൽ പോലും നല്ല സെയിൽ ആ ഒരു വാഹനത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ LXi എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് ഒഴിച്ച് അതിൻ്റെ മുകളിലുള്ള ബാക്കിയുള്ള എല്ലാ വേരിയൻറ്റിനും ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്. 10,000 റുപ്പീസാണ് ക്യാഷ് ബാക്ക് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ചെറിയ ഓഫർ എന്നുള്ള രീതിക്കാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. എന്നാൽ 10,000 റുപ്പീസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു എമൗണ്ട് ഉള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്ത് നിന്നും പ്രീമിയം ആയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് വരുന്നുണ്ട്. അത് ആൾട്രോസിൻ്റെ റേസർ എഡിഷനാണ്. അത് ജൂൺ മാസത്തിൽ അൺവീൽ ചെയ്യുന്നതായിരിക്കും, മാർക്കറ്റിലേക്ക് വരുന്നതായിരിക്കും. വളരെ മികച്ചൊരു വാഹനമാണ്. 170 PS പവറുള്ള, വയർലെസ് ചാർജിങ് ഉള്ള, വെന്റിലേറ്റഡ് സീറ്റുള്ള, വളരെ മികച്ചൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉള്ള ഒരു വാഹനമാണ്. നെക്സോണിലൊക്കെ കണ്ടിട്ടുള്ള 1.2 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനായിരിക്കും അവിടെ വരാൻ പോകുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ഒരു പെപ്പിനെസ് ഉള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഹ്യുണ്ടായുടെ N-ലൈനിൽ വരുന്ന i20യോടൊക്കെ കോമ്പീറ്റ് ചെയ്യാനാണ് ഈ ഒരു വാഹനം വരുന്നത്. അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കിയ മോട്ടോഴ്സ് ഒരു നെയിം, സൈറസ് എന്ന് പറയുന്ന നെയിം ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐസ് വേർഷൻ വാഹനമായിരിക്കും. ഇപ്പോൾ ക്ലാവിസ് എന്ന് പറയുന്ന അവരുടെ ഇലക്ട്രിക് വാഹനം വരാൻ പോകുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്ററിൻ്റെ സൈസിലുള്ള, അല്ലെങ്കിൽ എക്സ്റ്ററിൻ്റെ ഒരു സിബ്ലിംഗ് എന്നൊക്കെ നമുക്കതിനെ പറയാം. അത് ഇലക്ട്രിക് കാറായിരിക്കും. അതിൻ്റെ ചുവട് വെച്ച് തന്നെ വരുന്ന, ചിലപ്പോൾ അതിനേക്കാൾ ലെങ്ത്ത് കൂടിയിട്ടുള്ളൊരു വാഹനം അവർ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കൺഫർമേഷൻ ഒന്നുമില്ല. നെക്സോണിൻ്റെ CNG വേർഷൻ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അത് ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിൽ വരുന്ന വാഹനമാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ബൂട്ട് സ്പേസ് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അതും സുപ്രധാനമായിട്ടുള്ളൊരു വാർത്തയാണ്. അത് മാത്രമല്ല, കിയയുടെ ഒരു കാര്യം കൂടി എടുത്തു വരട്ടെ. കിയയുടെ സർവീസ് എന്ന് പറയുന്ന സംഭവം നമുക്കിപ്പം നേരിട്ട് കാണാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. കിയയുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പ് ഉപയോഗിച്ച്, മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ സർവീസ്, നമ്മുടെ വാഹനം സർവീസ് ചെയ്യുന്ന കാര്യവും എന്തൊക്കെയാണ് മാറ്റുന്നതെന്നും, അതല്ലെന്നുണ്ടെങ്കിൽ പാർട്സിൻ്റെ കാര്യങ്ങളും, മൊത്തത്തിൽ സർവീസ് ചെയ്യുന്നതെല്ലാം നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ വാച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ. എന്നാൽ MG മോട്ടോഴ്സിൽ നിന്നും വരാൻ പോകുന്ന മികച്ച ഒരു ഇലക്ട്രിക് കാറാണ്. ഈ ഒരു കാറിൻ്റെ പ്രൈസ് ആദ്യമേ തന്നെ പറയാം, ഒരു 16 ലക്ഷം രൂപയ്ക്ക് താഴെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടാക്സ് സ്ലാബ് എന്ന് പറയുന്ന സംഭവം ഇലക്ട്രിക് കാറുകൾക്ക് അങ്ങനെ അപ്ലിക്കബിൾ അല്ല. ഇപ്പം 4 മീറ്ററിന് മുകളിലേക്കൊക്കെ ലെങ്ത്ത് പോയാൽ പോലും അങ്ങനെ ഒരു ടാക്സ് സ്ലാബ് ഇലക്ട്രിക് കാറുകൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഇലക്ട്രിക് കാറുകൾ പൊതുവേ അങ്ങനെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിലൊന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ചെറിയ കാറുകളുണ്ട്. എക്സ്പെഷ്യലി ബാറ്ററി പാക്കാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. സൈക്ക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥയിലുള്ള വൂളിംഗ് എന്ന് പറയുന്ന സബ്സിഡറി കമ്പനിയുടെ ക്ലൗഡ് എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു MPV സെഗ്മെൻറ്റിലൊക്കെ കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനമാണ്. നമ്മുടെ എർട്ടിഗയുടെ ഒക്കെ സൈസിലിരിക്കുന്ന ഒരു വാഹനമാണ്. 4 മീറ്ററിന് മുകളിലേക്ക് ലെങ്ത്തുള്ള ഒരു വാഹനമാണ്.
നമ്മൾ ആ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ആ ഒരു വാഹനം വരാൻ പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ആഗ്രയിൽ വെച്ച് ഈ ഒരു വാഹനം, ആഗ്രയിലെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഈ ഒരു വാഹനം ചാർജ് ചെയ്യുന്ന പിക്ചേഴ്സ് ലീക്ക് ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു വാഹനം നിരത്തുകളിലൂടെ ടെസ്റ്റ് ഡ്രൈവ് ഫുള്ള് ക്യാമോഫ്ലാജ് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വീഡിയോകൾ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം ലോഞ്ചിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കോമറ്റിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി വൂളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനമാണ്. അത് ഇവിടെ കൊണ്ടുവന്ന് MGയുടെ എംബ്ലം വെച്ചു കോമറ്റ് എന്നുള്ള പേരിൽ ഇവിടെ വിറ്റഴിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവർക്ക് കാര്യമായിട്ടുള്ള പ്രിപ്പറേഷനൊന്നും ആവശ്യമില്ല. ഓൾറെഡി അവരുടെ കയ്യിലുള്ളൊരു പ്രോഡക്റ്റിനെ റീബാഡ്ജ് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷനും കൂടെ ലഭിക്കുകയാണ്. ഇലക്ട്രിക്കിൽ ഒരു ഓപ്ഷനും കൂടെ ലഭിക്കുക എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എന്തൊക്കെ ഹൈബ്രിഡിലേക്ക് മൂവ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പോലും കാലം എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിക്കിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് ഡെവലപ്പ് ആയാൽ നന്നായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും കുറച്ചും കൂടെ നമ്മൾ ഇലക്ട്രിക്കിലേക്ക് ആളുകൾ എൻട്രി ചെയ്യുള്ളൂ. മാരുതി എന്തായാലും വരുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. HEV ടെക്നോളജി വന്നാൽ പോലും ഇലക്ട്രിക്കാണ് ഭാവി എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനം ഒരു MPV സെഗ്മെൻറ്റിൽ വരുന്ന എർട്ടിഗ സൈസിലുള്ളൊരു വാഹനമാണ്. നല്ല ഇൻറ്റീരിയർ കംഫർട്ടുള്ളൊരു വാഹനമാണ്. നല്ല ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇവിടെ വരുമ്പോൾ എന്തൊക്കെ ഫീച്ചറുകളാണ് എന്ന് നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയില്ല. കാരണം പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഇന്ത്യ. ഫ്രണ്ട് ഫെൻഡറിലാണ് ചാർജിങ് സ്ലോട്ടൊക്കെ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 2 ഓപ്ഷനിൽ വരുന്നുണ്ടായിരിക്കും. 37.9 kWh ഒരു ബാറ്ററി പാക്കാണ്. ആ ഒരു രീതിയിലാണുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ 37.9 kWh ബാറ്ററി പാക്ക് നമുക്ക് നൽകുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഫുൾ ചാർജിൽ 360 മുതൽ 380 അതിനുള്ളിലായിരിക്കും അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. 360 ഒക്കെ ആയിരിക്കും അവർ ക്ലെയിം ചെയ്യാൻ പോകുന്നത്. ആ ഒരു രീതിക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് മാത്രമല്ല രണ്ടാമത്തെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 50.6 kWh ബാറ്ററി പാക്കാണ്. അത് ജനറേറ്റ് ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഓഫർ ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് 460 കിലോമീറ്ററാണ്. എന്തായാലും 460, 470 അതിനുള്ളിലായിരിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ജേർണൽസിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മുടെ റിസർച്ചിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോഞ്ചിന് ഓൾറെഡി ഈ ഒരു വാഹനം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഫെസ്റ്റിവൽ സീസണിന് മുമ്പ് തന്നെ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യും. 2025, ഞാൻ കുറച്ച് കടന്ന് ചിന്തിച്ച് പറയുകയല്ല, 2025 എന്ന് പറയുന്ന ഒരുപാട് ലോഞ്ച് വരുന്ന ഒരു വർഷമാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്ലൗഡ് EV എന്നുള്ള ഒരു പേരിലായിരിക്കില്ല ഇന്ത്യയിൽ വരാൻ പോകുന്നത്, മറ്റൊരു പേരിലായിരിക്കും വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് MGയുടെ ബാഡ്ജിങ്ങിലായിരിക്കും വരുന്നത്. അപ്പോൾ 37.9 kWh ബാറ്ററി പാക്ക് നമുക്ക് തരാൻ പോകുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 375 50.6 kWh ബാറ്ററി പാക്ക് നമുക്ക് തരാൻ പോകുന്നത് അപ്രോക്സിമേറ്റ്ലി 470 കിലോമീറ്ററിന് അടുത്തായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കൂടെ വരുമ്പോഴത്തേക്കും ഇലക്ട്രിക് പോർട്ട്ഫോളിയോ MGയുടെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആവാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഇനി ഒരുപാട് വാഹനങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ കർവ് വരുന്നുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നെക്സോണിൻ്റെ ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിൽ വരുന്ന CNG വരുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ സിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്തരം CNG കാറുകളൊക്കെ വരുന്നത്. പവർ കുറച്ച് കുറവായിരിക്കും, എന്നാൽ പോലും ഇനി വരാൻ പോകുന്ന കർവിൽ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1.5 GDI എഞ്ചിൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നൊരു വിശ്വാസത്തോടു കൂടി നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നന്ദി, നമസ്കാരം.